നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ അട്ടിമറിച്ചുകൊണ്ട് ജെൻസി കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമം വിദേശ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നതിന് നിരവധി തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച അമേരിക്കൻ പൗരനും ഖാലിസ്ഥാനികളും അടക്കം പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. നേപ്പാൾ ഇന്ത്യ അതിർത്തിയിൽ നേപ്പാൾ വഴി ഉത്തർപ്രദേശിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച വാരിസ് പഞ്ചാബ് ദേ എന്ന ഖാലിസ്ഥാൻ അനുകൂല സംഘടനയിലെ പ്രമുഖ അംഗം ഉൾപ്പെടെ 5 പേരെയാണ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശ് പോലീസും SSBയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രധാനികൾ ഒന്ന് വിക്രംജീത് സിംഗ് 2023 പഞ്ചാബിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസില് പ്രതിയും പഞ്ചാബ് പോലീസ് തിരയുന്ന ആളുമാണ്. 2 മൻവീർ സിംഗ് ധില്ലൺ US പൗരനും പഞ്ചാബിലെ മോഗ സ്വദേശിയുമാണ്. പിടിയിലായ ഈ ഒരു മൻധീർ സിംഗ് ധില്ലൺ നിയമപാലകരുടെ കണ്ണുവെട്ടിക്കാൻ വിസയില്ലാതെ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് ഇയാൾ കടക്കാൻ ശ്രമിക്കവെയാണ് അറസ്റ്റിലായത്. ഇവരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച രൂപൈ ദിഹ സ്വദേശികളായിട്ടുള്ള സുരേഷ് കുമാർ പഥക്, ദിലീപ് ഉപാധ്യായ, വാഹന ഡ്രൈവർ രാഹുൽ കുമാർ എന്നീ 3 ഇന്ത്യക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടനും ആക്ടിവിസ്റ്റുമായ അന്തരിച്ച ദീപ് സിന്ധു 2021 രൂപീകരിച്ച സംഘടനയാണ് വാരിസ് പഞ്ചാബ് ദേ. അതിർത്തി സുരക്ഷ ശക്തമാക്കിയതിനെ തുടർന്നാണ് ഈ നുഴഞ്ഞുകയറ്റ ശ്രമത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞത്. നേപ്പാളിൽ നിന്ന് ഇവർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച സമയമാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് കർഷക സമരത്തിൽ വലിയ കലാപങ്ങൾക്ക് ശ്രമിച്ച ഒരാളാണ് ദീപ് സിന്ധു. അന്ന് ഒരു കലാപമുണ്ടാക്കി ഇന്ത്യയിൽ അട്ടിമറി നടത്താൻ തന്നെയാണ് ഒരു ശ്രമം നടന്നത്. പക്ഷെ ഇന്ത്യ അതിനെ ഫലപ്രദമായി തന്നെ ചെറുതു തോൽപ്പിച്ചു. ഇപ്പൊ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ കലാപമാക്കി മാറ്റി ഭരണകൂടത്തിനെതിരെ തിരിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നേപ്പാൾ വഴി ഈ സംഘം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഉത്തർപ്രദേശ് പോലീസും SSBയും ചേർന്ന് അവരെ പിടികൂടിയിരിക്കുകയാണ്. ഇവര് ഖാലിസ്ഥാനികളും ഖാലിസ്ഥാൻ ബന്ധമുള്ളവരുമാണ് എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയം. അതിൽ തന്നെ ഒരാൾ അമേരിക്കൻ പൗരനുമാണ്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനു മുമ്പും ശരിക്കുള്ള സായിപ്പന്മാർ തന്നെ, അമേരിക്കക്കാരായിട്ടുള്ള സായിപ്പന്മാർ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളിട്ട ഒരു വീഡിയോയിൽ ചില സായിപ്പന്മാരുടെ പ്രകടനം നമ്മൾ കണ്ടു. ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ അവരുടെ ഇന്ത്യ വിരുദ്ധത നമ്മൾ കണ്ടു. ഇപ്പോ ഈ പിടിയിലായവർ ഇന്ത്യൻ വംശജരാണെങ്കിലും അതിൽ ഒരാൾ അമേരിക്കൻ പൗരനാണ്. ഈ അമേരിക്ക എന്ന് പറയുന്നത് സിഖ് ഫോർ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഖാലിസ്ഥാൻ ഭീകര സംഘടനകളുടെ താവളം കൂടിയാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഭീകരവാദത്തിനെതിരെ പോരാടുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്ന, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഖാലിസ്ഥാനി ഭീകരവാദികൾക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് വളർത്തുന്നതും ഇതേ അമേരിക്കയൊക്കെയാണ്. സോ അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം $1 മില്യൺ സഹായം ഗുർപന്ത്വങ് സിംഗ് പന്നു എന്ന് പറയുന്ന സിഖ് ഫോർ ജസ്റ്റിസിന്റെ ഭീകരൻ ഈ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നവർക്ക് പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ കഷ്ണം കഷ്ണമാക്കി മാറ്റണം എന്ന് പറഞ്ഞത്. ആ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഇപ്പോ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലോട്ട് കടക്കാൻ ശ്രമിച്ചവരും. അപ്പൊ ഇതെല്ലാം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആരൊക്കെ ഇതിൽ പങ്കാളികളാകാം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഖാലിസ്ഥാൻ ഭീകരവാദികളുണ്ട്, ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുണ്ട്, ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ ചാര സംഘടനയുണ്ട്, പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുണ്ട്, ഒരുപക്ഷെ ചൈനയുടെ എന്തെങ്കിലും ഒരു പങ്കാളിത്തം ഉണ്ടാവാം, CIA ഡീപ് സ്റ്റേറ്റിന്റെയോ പങ്കാളിത്തം ഉണ്ടാവാം, തുർക്കിയുടെ ഏതെങ്കിലും സാന്നിധ്യം ഇതിലുണ്ടാവാം. ഇന്ത്യ വിരുദ്ധ ശക്തികൾ ആഗോള തലത്തിൽ തന്നെ ഒന്നിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കുവാൻ വേണ്ടി, ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ വേണ്ടി മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ നടത്തുന്ന ഗൂഢാലോചനയുടെയും ശ്രമങ്ങളുടെയും ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന പല പ്രതിഷേധങ്ങളും. ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണ്, അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ബംഗ്ലാദേശിൽ നടന്ന ജെൻസി കലാപം ന്യായമല്ലായിരുന്നോ? ഒറ്റയടിക്ക് നോക്കിയാൽ ന്യായമാണ്. അതായത് അവിടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നവരുടെ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കടക്കം 30% മറ്റോ സംവരണം ഉണ്ടായിരുന്നു. 2018 ഷേഖ് ഹസീന സർക്കാർ അത് നിർത്തലാക്കുന്നു. അതിനുശേഷം 2024 കോടതി ആ നിർത്തലാക്കിയതിനെ മരവിപ്പിച്ചിട്ട് സംവരണം പുനഃസ്ഥാപിക്കുന്നു. ഏതോ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബം എന്ന നിലയ്ക്ക് അവരുടെ തലമുറയിൽപ്പെട്ടവർക്ക് സംവരണം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കൾ തെരുവിലിറങ്ങാണ്. കോടതി വിധിയെ തുടർന്നാണ് തെരുവിലിറങ്ങുന്നത്. യുവാക്കളുടെ ആവശ്യം ന്യായമാണ്. 30% സംവരണം എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അവർ അതിനെതിരെ പ്രതിഷേധിക്കാൻ വരുന്നു.
ആ പ്രതിഷേധമാണ് പതിയെ 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 ആളിക്കത്തി പിന്നീട് ഷേഖ് ഹസീനയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങളായിട്ട് മാറി, തെരഞ്ഞെടുപ്പിലെ കൃത്രിമമായിട്ട് മാറി, ഷേഖ് ഹസീന ഏകാധിപതിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമരത്തെ പല രൂപത്തിൽ വഴിതിരിച്ചു വിട്ട് അതിനെ ഒരു കലാപമാക്കി മാറ്റുന്നു. അതിനുശേഷം ന്യൂനപക്ഷങ്ങളെ അവരുടെ വീടുകൾ തകർക്കുന്നു, അവരെ കൊല ചെയ്യുന്നു, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു, അവരെ ആക്രമിക്കുന്നു, സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. വളരെ കലാപരൂക്ഷമായിട്ട് ബംഗ്ലാദേശ് മാറുകയാണ്. അതിനുശേഷം ഭരണകൂടത്തെ താഴെ ഇറക്കുന്നു. ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന MP-മാർ, MLA-മാർ, മന്ത്രിമാർ അവരെല്ലാം ആക്രമിക്കുന്നു, അവരുടെ വീടുകൾ തകർക്കുന്നു, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് തീയിടുന്നു, കൊള്ളയടിക്കുന്നു. എന്തെല്ലാമാണ് ബംഗ്ലാദേശിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അരങ്ങേറിയത് എന്ന് നമ്മൾ കണ്ടില്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളുടെ സമരം തുടങ്ങിയത് ഒരു ന്യായമായ ആവശ്യത്തിലല്ലേ? ഗവൺമെന്റ് നിർത്തലാക്കിയ സംവരണം കോടതി പുനഃസ്ഥാപിച്ചതായിരുന്നു കാരണം. ഇവിടെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സമരം തീർച്ചയായും ന്യായമാണ്. ചോദ്യ പേപ്പർ ചോർന്നു എന്നതാണ് വിഷയം. കോടതിയിലെ ഒരു പ്രധാനപ്പെട്ട ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുകയാണ്, കോക്രോച്ചുകളെ പോലെ എന്ന് പറഞ്ഞത് എല്ലാവരെയും അല്ലെങ്കിലും ചിലർക്ക് കൊണ്ടു അവര് അതിനെ ഒരു വിഷയമാക്കി എടുത്തു. അപ്പൊ ഇപ്പോൾ ഈ സമരം ന്യായമാണെന്ന് തോന്നും. പക്ഷേ ഈ സമരത്തെ പതിയെ 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 ആളിക്കത്തിച്ച് സമരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെ വഴിതിരിച്ചു വിട്ട് ഒരു കലാപമാക്കി മാറ്റുക എന്നതാണ് വിദേശ ശക്തികൾ ആഗ്രഹിക്കുന്ന കാര്യം. ഇവിടെയാണ് നമ്മൾ ജെൻസി കലാപത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കേണ്ടത്. ഓരോ ജെൻസി പ്രതിഷേധങ്ങൾക്കും അത് ഉണ്ടായതിന് ചില കാരണങ്ങളുണ്ട്, ന്യായമായി പരിഹരിക്കാവുന്ന കാരണങ്ങളായിരുന്നു. പക്ഷെ അതിനെ പരിഹരിക്കാൻ അനുവദിക്കാതെ ആ കലാപത്തെ അല്ലെങ്കിൽ ആ സ്വാഭാവിക സമരത്തെ ആളിക്കത്തിക്കാൻ വേണ്ട തരത്തിൽ അതിനെ മാറ്റുക എന്നതാണ് ഈ വിദേശ ശക്തികൾ ഇടപെട്ടുകൊണ്ട് ചെയ്യുന്നത്. അതിനവർ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് നടത്തും, ചാരന്മാരെ, ഏജന്റുമാരെ ഉപയോഗിക്കും, മറ്റ് വിഘടനവാദികളെ ഉപയോഗിക്കും, പല ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നേപ്പാളിൽ നടന്നത്, ഇത് തന്നെയാണ് ശ്രീലങ്കയിൽ നടന്നത്. അപ്പൊ അതാണ് ഇന്ത്യയിൽ നടത്താൻ വിദേശ ശക്തികൾ ശ്രമിച്ചു നോക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ കെട്ടുറപ്പും ഭരണഘടനയും സൈനിക ശക്തിയും ഇന്ത്യയുടെ സംവിധാനങ്ങളും രാജ്യത്തിന്റെ വലിപ്പവും ഈ രാജ്യത്തെ മെജോറിറ്റിയുടെ മനസ്സ് ഇത് മനസ്സിലാക്കിയത് കൊണ്ടും ഇവിടെ ആ പരിപാടി നടക്കില്ല. ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ആളിക്കത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ നേപ്പാളിൽ കലാപം ഉണ്ടാക്കിയ ടീമുകൾ അവിടെ നിന്ന് പതിയെ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുമ്പോഴാണ് കയ്യോടെ നമ്മുടെ സൈന്യവും പോലീസും ഒക്കെ അവരെ തൂക്കുന്നത്. അതിൽ അമേരിക്കൻ പൗരന്മാരും വംശജരും അടക്കം ഉണ്ട് എന്നത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം കഴിഞ്ഞ മാസത്തിലാണ് നമ്മളൊരു വാർത്ത കണ്ടത്, അമേരിക്കക്കാരനായിട്ടുള്ള ഒരു സായിപ്പ് തന്നെ, ശരിക്കുള്ള സായിപ്പ് തന്നെ നേപ്പാൾ ബോർഡറിൽ വെച്ച് ഇന്ത്യയുടെ പിടിയിലാവുന്നത്. അപ്പൊ യഥാർത്ഥ സായിപ്പന്മാരും ഡ്യൂപ്ലിക്കേറ്റ് സായിപ്പന്മാരും ഒക്കെ ഇന്ത്യക്കിട്ട് പണിയാനായിട്ട് പല രൂപത്തിൽ നമ്മുടെ ചുറ്റും കറങ്ങുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ പിടിയിലായിരിക്കുന്നവർ ഖാലിസ്ഥാനികൾ കൂടിയാണ്. നമുക്കറിയാം കർഷക സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ഖാലിസ്ഥാനികൾ എങ്ങനെയാണ് ശ്രമിച്ചത് എന്ന്. അതേ സ്ട്രാറ്റജി ഇവിടെ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ജെനുവിൻ വിദ്യാർത്ഥികൾ, അതിൻ്റെ ഇടയിലെ പിന്തിരിപ്പന്മാരെയും തീവ്രവാദികളെയും ഒന്നും ഞാൻ വിളിക്കുന്നില്ല, ജെനുവിൻ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ ഈ കാര്യത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കൂടി കലാപം ഉണ്ടാക്കാനായി ഇവർ ശ്രമിക്കുന്നതിൽ പോയി പെട്ടുപോകും. അതുകൊണ്ട് കലാപകാരികളെയും ആയുധധാരികളെയും സഹായിക്കാനെന്ന് പറഞ്ഞു വരുന്ന ഇത്തരം ഗ്രൂപ്പുകളെയും ഒരു കാരണവശാലും സമരത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ലത്. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അത് മാത്രമാണ് അവർക്കൊരു പോംവഴിയുള്ളത്. അല്ലാതെ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ ഈ സമരത്തിന്റെ മറവിൽ വളരാൻ ഒരിക്കലും അനുവദിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.